ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവരും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നത് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചാർജ് ഒന്നുമില്ലാതെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റുന്നത് എങ്ങനെയെന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് റെൻ്റായി അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റുന്ന പഴയ ഐഡിയ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന്. റെൻ്റായിട്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റുന്ന രീതി ഏകദേശം 4-5 വർഷം പഴക്കമുള്ളതായിരുന്നു. അന്ന് നമുക്ക് ചാർജൊന്നും ഇല്ലാതെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ നിലവിൽ ഈ ഐഡിയ കമ്പനികൾക്ക് മനസ്സിലാക്കുകയും അവർ ഏകദേശം 3% ചാർജ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയ വഴി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് എന്ന് പറയുന്ന സാധനമേ വരില്ല. നിങ്ങളുടെ എത്രയാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരും. ആദ്യം തന്നെ നമുക്ക് ഞാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അക്കൗണ്ടിലേക്ക് 5000 രൂപ എങ്ങനെയാണ് മാറ്റിയെന്ന് നോക്കാം. ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സ്കാൻ QR കോഡ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം എൻ്റെ കൈവശമുള്ള ഈ QR കോഡ് ഞാൻ സ്കാൻ ചെയ്യുന്നു. അതിനുശേഷം പേ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ വരുന്നിടത്ത് ഞാൻ പേ ഫ്രം ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സ്ക്രീൻ റെക്കോർഡിങ്ങിൽ UPI പിൻ കൊടുക്കുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇതിൽ റെക്കോർഡിംഗ് വരില്ല. സോ അവിടെ ഞാൻ പിൻ കൊടുത്തു. അതിനുശേഷം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയെന്നുള്ള സ്ക്രീൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ തന്നെ 5000 രൂപ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ 5000 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് കാർഡുള്ള എല്ലാവർക്കും ഇതുപോലെ ചാർജ് ഒന്നും ഇല്ലാതെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നാണ് ഉത്തരം. അതിന് നിങ്ങളുടെ കൈവശം 2 സാധനങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി റുപ്പേ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. നിലവിൽ ഇന്ന് എല്ലാ ബാങ്കുകളും തന്നെ റുപ്പേ പ്ലാറ്റ്ഫോമിലുള്ള ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ അത് ലഭിക്കുക എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റുപ്പേ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തായി ചെയ്യേണ്ടത് ഈ ക്രെഡിറ്റ് കാർഡ് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പോയി ലിങ്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകില്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നോർമലി നമ്മൾ കാർഡ് കൊടുത്ത് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്ന പോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കില്ല പൈസ പോകുന്നത്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോകും. അതിനാണ് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റുപ്പേ ക്രെഡിറ്റ് കാർഡിലുള്ള ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ഒരു QR കോഡും കൂടെ വേണം. ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളിൽ പോയാൽ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ള QR കോഡ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ QR കോഡിലേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതിന് ബിസിനസ്സിനുള്ള QR കോഡാണ് വേണ്ടത്. നിങ്ങളുടെ വൈഫിനോ ബ്രദറിനോ അക്കൗണ്ടുള്ള ഒരു ബാങ്കിൽ പോയിട്ട് അവിടെ ബിസിനസ് QR കോഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 days നിങ്ങൾക്ക് QR കോഡ് ലഭിക്കുന്നതായിരിക്കും. ഈ റുപ്പേ ക്രെഡിറ്റ് കാർഡും ഈ QR കോഡും ഉപയോഗിച്ച് അങ്ങനെ നിങ്ങൾക്ക് പരിധിയില്ലാതെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതും